എന്താ എന്താ ദേവകി? ഭീതിതമായ സ്വപ്നം. ജ്യേഷ്ഠൻ വാളോങ്ങി ആക്രോശിച്ചടുത്തെത്തുന്ന പോലെ. ദേവി, ഭടന്മാർ ദേവിയെ സഭയിലേക്ക് ആനയിച്ചതും അവിടെ വെച്ച് ചോദ്യം ചെയ്തതുമൊക്കെ വല്ലാത്ത ഭയമുളവാക്കിയിട്ടുണ്ടല്ലേ ഉള്ളിൽ? ഏറിയാൽ ഒരു കാരാഗ്രഹവാസം, അതോർത്ത് ഭയക്കുന്നത് എന്തിന്? കാരാഗ്രഹത്തിന്റെ കരിങ്കൽ ഭിത്തികൾ വിഭൂതി തീർക്കാനായി ഗോമയ മുട്ടിച്ചു വെച്ച ചുമരുകളാണെന്ന് കരുതുക. ചങ്ങലകൾ ഗോക്കളുടെ കർണാഭരണമായ കുടമണിമാലകളാണെന്നും ഗോശാലയിലെ ഗോക്കളെ പോലെ ഭഗവത് നാമത്തിന്റെ ക്ഷീരധാര ചുരത്തി നമുക്കവിടെ വസിക്കാം. അറിഞ്ഞുകൊണ്ട് അപരാധങ്ങൾ ചെയ്യാത്തവരായ നമുക്കുമേൽ ജഗന്നിയന്താവിന്റെ കടാക്ഷം ഒരു നാൾ വന്നു ചേരുമെന്നുറപ്പ്. അതുവരെ ഒക്കെ സഹിക്കുക. സഭാതലത്തിൽ വെച്ച് ചോദ്യം ചെയ്യുമ്പോൾ ഭയത്തിന്റെ വാൾത്തല പൊന്ന് ഹൃദയം ചീന്തി കടന്നുപോയ പോലെ അമ്പാടിയിലെ കൃഷ്ണൻ നമ്മുടെ ഉണ്ണിയാണെന്ന ശങ്ക ജ്യേഷ്ഠനിൽ ഏവം വിധമോ ഉറച്ചിരിക്കുന്നു. എങ്കിൽ അതിന് പിന്നിലുമുണ്ടാകും ഒരു ഭഗവത് നിശ്ചയം എന്ന് കരുതുക. ദേവി ഓർക്കുന്നില്ലേ കൃഷ്ണജയന്തി നാളിൽ മുഴങ്ങിയ ഭഗവത് വചനം? എല്ലാം കാലമാകുമ്പോൾ സ്വയം വെളിപ്പെട്ടുകൊള്ളുമെന്ന്. കാലമായിരിക്കുന്നു എല്ലാം വെളിപ്പെടാൻ. കെട്ടുപോകാറായ ദീപം ഒടുവിൽ ആളിക്കത്തും പോലെന്ന്. അതാണിപ്പോൾ കംസമഹാരാജാവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഉറങ്ങിക്കൊള്ളൂ. സത്യവാൻ, സത്യദ്രോഹിയാണ് നിങ്ങൾ. രാജ്യദ്രോഹിയായ ദുരാചാരി, രാജ്യവഞ്ചകൻ, കാപട്യത്തിന്റെ കൺകണ്ട രൂപം, പ്രതിജ്ഞ നിറവേറ്റിയ ഒരു മഹാരഥൻ. എവിടെ അഷ്ടമപുത്രൻ? പറയൂ. എല്ലാം ചെയ്ത ശപഥപ്രകാരം അങ്ങേക്ക് വിട്ടുതന്നു. കൊന്നെറിഞ്ഞില്ലേ അങ്ങ് എല്ലാവരെയും? അങ്ങ് ചോദിച്ച ചോദ്യം തിരിച്ച് ഞാനാണ് ചോദിക്കേണ്ടത്. എവിടെ എന്റെ സന്താനങ്ങൾ? അഷ്ടമർ ധിക്കാരം എന്റെ സഭയിൽ നിന്നോ? നാം ചോദിച്ചതിന് ഉത്തരം പറയൂ. സഭയിലിട്ട് കഴുത്ത് ഞെരിച്ച് കൊന്നുകളയും നാം. അഷ്ടമ സന്താനം, അതും പുത്രൻ തന്നെ ആയിരുന്നു അല്ലേ? അല്ല, അതൊരു പെൺകുഞ്ഞ്. കാരാഗ്രഹത്തിലെത്തി കാലിൽ തൂക്കിയെടുത്ത് ഉയർത്തിയത് അങ്ങ് മറന്നുപോയോ? വീണ്ടും അത് തന്നെ ആവർത്തിക്കുന്നു അല്ലേ? സേനാപതി, കൽപ്പിച്ചാലും പ്രഭു. കൊണ്ടുപോയി കൽത്തുറങ്കിൽ അടയ്ക്കൂ. അഷ്ടമ സന്താനം പുത്രനായിരുന്നു എന്ന് വെളിപ്പെടും വരെ കരചരണങ്ങൾ ചങ്ങലയിൽ ബന്ധിച്ചിടണം. എന്തു മാർഗത്തിൽ വേണമെങ്കിലും ചോദ്യം ചെയ്തുകൊള്ളൂ. നമുക്കതറിയണം. ഉപജാപകനായ ഈ കപട സത്യവാന്റെ നാവിൽ നിന്ന് തന്നെ നമുക്കത് അറിയണം. അന്തക ശിശുവിനെ ഗർഭത്തിൽ വഹിച്ച ഈ ഭാദർ വഞ്ചകയുടെ നാവിൽ നിന്ന് തന്നെ നമുക്കത് കേൾക്കണം. കൊണ്ടുപോ. നടക്ക്. ഇനി നാം പറയാം സത്യം. മഹാവിഷ്ണുവിന്റെ മായാജാലത്തിന്റെ മറവിൽ വസുദേവർ ചെയ്തത് എന്തെന്നോ? അഷ്ടമപുത്രൻ, അതെ, അത് പുത്രൻ തന്നെ ആയിരുന്നു. പാതിരാവിൽ ആരോരും അറിയാതെ വസുദേവരവനെ നന്ദഗൃഹത്തിലെത്തിച്ചു. എന്നിട്ട് അവിടെ നന്ദഗോപർ യശോദയിൽ പിറന്ന പെൺകുഞ്ഞിനെ കൊണ്ടുവന്ന് കാരാഗ്രഹമേറി. നമ്മുടെ മുന്നിൽ അതാണ് അഷ്ടമസന്തതി എന്ന് വ്യാജം പറഞ്ഞു. തീർന്നില്ല. മായാജാല വിദ്യയിൽ ആ കുഞ്ഞിനെ ദേവീ രൂപത്തിൽ ദർശിപ്പിച്ച് അന്തകൻ മറ്റെവിടെയോ ജനിച്ചിരിക്കുന്നുവെന്ന് വ്യാജധാരണ നമ്മിൽ ഉണർത്തി. രാജഗുരു, അങ്ങയുടെ വാക്കുകൾ വിശ്വസിച്ച് ഒരിക്കൽ കാരാഗ്രഹത്തിൽ നിറക്കി വിട്ടതാണ് നാം ഇവരെ. ഇപ്പൊ മനസ്സിലായില്ലേ പരമസാത്വികനെന്ന് പുകഴ്പെറ്റ വസുദേവരുടെ കാപട്യം? മഹാരാജൻ, വേണ്ട, ഇനി ആരും ഒന്നും ഉപദേശിക്കേണ്ടതില്ല. അവസാനത്തെ കരുനീക്കം, കരുപ്പിടിപ്പിക്കുക, അത് നാം മാത്രം. ഇനി നമുക്ക് വേണ്ട
ആരുടെയും ഉപദേശ നിർദ്ദേശങ്ങൾ. കാലമാകുമ്പോൾ പറയും. അണുവിട വ്യതിചലിക്കാതെ അതനുസരിച്ചാൽ മാത്രം മതി എല്ലാവരും. ശൂരസേനാത്മജന്റെ ശൗര്യം ഇനിയും കെട്ടടങ്ങിയില്ലല്ലേ? വേണ്ട. ഇനി അവശേഷിക്കുന്നത് ഏതാനും വിനാഴികകൾ മാത്രം. അതിനുള്ളിൽ അന്ത്യശാസനം അനുസരിക്കുന്നതാണ് ആയുസ്സിന് നന്ന്. അതല്ലെങ്കിൽ രാജകോപത്തിന്റെ കരവാൾ മുനയിൽ ഇത്തിരി രുതിരകണം അവശേഷിപ്പിച്ച് ഈ ലോകത്തോട് വിട പറയേണ്ടി വരും വസുദേവർ. നിങ്ങളിൽ നിന്നും ഒരു സത്യം അറിയാൻ വേണ്ടിയിട്ടല്ല, മഹാരാജാവ് പറഞ്ഞു കഴിഞ്ഞ സത്യം നിങ്ങളുടെ നാവാൽ ഉര ചെയ്ത് കിട്ടാൻ വേണ്ടിയാണ് ഇതൊക്കെ. അതോർമ്മയുണ്ടല്ലോ? സേനാപതി, അങ്ങയെ ഏൽപ്പിച്ച ദൗത്യം കൃത്യമായി അനുഷ്ഠിച്ചാലും അതിൻ്റെ കാഠിന്യം എത്ര തന്നെ ആയാലും പറഞ്ഞ വാക്ക് മാറ്റി പറയില്ല വസുദേവർ. വസുദേവർ, നിങ്ങളെ കൊണ്ടത് മാറ്റി പറയിക്കും. ഇല്ലെങ്കിൽ ഭോജരാജ്യത്തെ സേനാപതി പിന്നെ ജീവിച്ചിരിക്കുന്നത് എന്തിന്? പറയിപ്പിക്കും. ശൂരസേന സുതന്റെ നാവ് കൊണ്ട് തന്നെ പറയിപ്പിക്കും.